നിങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും നഷ്ടം വരില്ല എന്ന് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള നിക്ഷേപ മാർഗമാണ് പോസ്റ്റ് ഓഫീസുകളിലെ നിക്ഷേപങ്ങൾ. പക്ഷേ ഈ അടുത്ത് പോസ്റ്റ് ഓഫീസുകളിൽ നിക്ഷേപിച്ച് 20,000 രൂപ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ആളുടെ കഥയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്യുന്നത് നന്നായിരിക്കും. മലപ്പുറത്ത് നിന്നാണ് മീര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെന്റ് എംപ്ലോയി, റിട്ടയർഡ് ആയിട്ടുള്ള ഗവൺമെന്റ് എംപ്ലോയി നമ്മളെ കോൺടാക്ട് ചെയ്തത്. അവരുടെ 60ാമത്തെ ബർത്ത്ഡേയുടെ സമയത്താണ് റുപ്പിമംഗിന്റെ വാട്സ്ആപ്പ് സർവീസ് ആയിട്ടുള്ള ആസ്ക് റുപ്പിമംഗ് സർവീസിലേക്ക് 8848030018 എന്ന് പറയുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്തത്. തീരെ റിസ്ക് എടുക്കാതെ എന്നാൽ സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം കിട്ടുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ അവര് ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അന്വേഷിച്ചാണ് നമ്മളുടെ അടുത്തെത്തിയിട്ടുള്ളത്. പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, അതുപോലെ സേവിങ്സ് അക്കൗണ്ട്, ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തുമാത്രം നഷ്ടമാണ്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ലാഭമില്ലാത്ത പരിപാടിയാണെന്നുള്ളത് അവർക്ക് അറിയുകയും ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സാധാരണ ഒരു ആളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സേഫ് ആയിട്ട് ഏറ്റവും മികച്ച ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നതിനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്ന് പറഞ്ഞ പദ്ധതി ആയിരിക്കും എന്തുകൊണ്ടും നന്നായിരിക്കും. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്ന് പറഞ്ഞ പദ്ധതി പോസ്റ്റ് ഓഫീസുകളിലും ബാങ്കുകളിലും ഒക്കെയുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയാണ് നമ്മൾ 8.2% ഉറപ്പായും പലിശ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇത് പറഞ്ഞു കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ ആ പറഞ്ഞു കൊടുത്ത സജഷൻ അവർക്കും ഇഷ്ടപ്പെട്ടു. അവര് അതുകൊണ്ട് തന്നെ ഒരു എമൗണ്ട് അതിലേക്ക് ഇടാമെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. 2023 ജൂൺ മാസം സമയത്താണ് ഇത് നടന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഈ 2023 ജൂൺ മാസത്തിൽ 20 ലക്ഷം രൂപയാണ് അദ്ദേഹം പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ 5 വർഷത്തേക്ക് പൂർണ്ണമായിട്ടും നിക്ഷേപിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു പ്ലാൻ. 3 മാസം കൂടുമ്പോൾ അവർക്ക് 41,000 രൂപ അതിൽ നിന്ന് പലിശയായിട്ടും കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ 2 വർഷത്തിന് ശേഷം ഈ അടുത്ത് നമ്മളെ വീണ്ടും കോൺടാക്ട് ചെയ്തു അവര്. അതായത് 2023 ജൂണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പദ്ധതി 2025 ജൂലൈ മാസം പോയിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്യാനായിട്ട് പോസ്റ്റ് ഓഫീസിൽ ചെന്നു. എന്തുകൊണ്ട് അത് ക്ലോസ് ചെയ്യാൻ പോയതെന്ന് വെച്ചാൽ ഈ 20 ലക്ഷം രൂപ അതിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് അവർക്ക് അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ഒരു സർജറിയുടെ ആവശ്യത്തിനുണ്ട്, കുറച്ചധികം പൈസയുടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് വന്നത്. അപ്പൊ ഈ ആരോഗ്യ പ്രശ്നം അഡ്രസ് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നും തന്നെ അവരുടെ കയ്യിലില്ല. അപ്പോൾ ഈ പണത്തിൽ നിന്ന് കുറച്ച് പണം പിൻവലിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവര് പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്നത്. പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ഇത് വിഡ്രോ ചെയ്യാനുള്ള ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ലക്ഷം അടച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ 2 വർഷത്തിന് ശേഷം ചെന്നപ്പോൾ കിട്ടിയത് 19,80,000 രൂപ മാത്രമാണ്. അതായത് 20,000 രൂപ പിഴ എന്നുള്ള രീതിയിൽ പിടിച്ചിരിക്കുന്നു. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ നിബന്ധനകളിൽ ഉള്ള ഒരു കാര്യമാണ് 2 വർഷത്തിനുള്ളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 1.5% പിഴയായിട്ടും 2 വർഷത്തിന് ശേഷം ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1% പിഴയായിട്ടും എടുക്കുന്നത്. ഈ കാര്യത്തിനെ പറ്റി അവർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് അവിടെ ചെന്നിട്ട് അറിഞ്ഞപ്പോഴും അവർക്ക് ആ പിഴ ഒടുക്കാതെ നിവൃത്തിയില്ലാതെ വന്നു. അതായത് 20 ലക്ഷം ഇട്ടു, 19,80,000 കിട്ടി. എന്റെ ഒരു അഭിപ്രായത്തില് മുതിർന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്ലാൻ തന്നെയാണ് ഈ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്നുള്ളതെന്നുണ്ടെങ്കിലും ഇവര് ചെയ്തിട്ടുള്ള തെറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിനു മുൻപായിട്ട് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ ഒരു പ്രത്യേകതകൾ ഞാൻ ഒന്ന് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞുതരാം. 8.2% എന്ന വാർഷിക പലിശയാണ് ഇത് ഓഫർ ചെയ്യുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള പലിശ നിരക്കാണിത്. എല്ലാ 3 മാസം കൂടുമ്പോഴും പലിശ നിരക്ക് റിവൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നീടാണ് കാണുന്നതെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ വെബ്സൈറ്റുമായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 1000 രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും നിക്ഷേപിക്കാം. അതേപോലെ തന്നെ നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ 55 വയസ്സിന് ശേഷം റിട്ടയർ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം 1 മാസത്തിനുള്ളിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് മൊത്തത്തിലോ അല്ലെങ്കിൽ 30 ലക്ഷം രൂപ വരെയോ അതിൽ നിക്ഷേപിക്കാം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ എല്ലാ 3 മാസം കൂടുമ്പോഴും ഇതിന്റെ പലിശ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയാണ് ചെയ്യുക. മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ ഈ മാസങ്ങളുടെ അവസാന തീയതിയാണ് നമുക്ക് പൈസ ലഭിക്കുന്നത്. സർക്കാരിന്റെ ഒരു സുരക്ഷ തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ ആ നടത്തിയിട്ടുള്ള വർഷം ഈ ഇൻവെസ്റ്റ്മെന്റ് 1.5 ലക്ഷം രൂപ വരെ നമ്മുടെ ടാക്സ് സേവിങ്ങിനായിട്ട് ഓൾഡ് ടാക്സ് റെജീമിൽ ടാക്സ് ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് അത്
ബോധിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓൾ ടാക്സ് റെജീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്, ഓൾ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് അത് അത്ര വലിയൊരു കാര്യമല്ല. പക്ഷേ ഇതിന്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ പുതിയ ടാക്സ് നിയമങ്ങൾ അനുസരിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന പലിശ ഒരു വർഷം 1 ലക്ഷം രൂപ വരെയാണെന്നുണ്ടെങ്കിൽ പലിശ ഇളവ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതുപോലെ 5 വർഷം തികഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷം കൂടെ അഡീഷണൽ ആയിട്ട് ആ ഒരു സമയത്തെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് നമുക്ക് റിന്യൂ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ റിട്ടയർമെന്റ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു സംവിധാനം തന്നെയാണ്. പക്ഷേ ഈ മീര എന്ന് പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബർക്ക് പറ്റിയ തെറ്റെന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഇങ്ങനെ ഈ ഒരു പദ്ധതിയുടെ ഗുണദോഷങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് ഇതിൽ ചേർന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ ആവശ്യം വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട് കുറച്ച് എമൗണ്ട് മെഡിക്കൽ കാര്യത്തിനായിട്ട് മാറ്റിവെച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു തെറ്റ്. അതുപോലെ എല്ലാ പണവും കൊണ്ട് അങ്ങോട്ട് ഇട്ടു എന്നുള്ളതാണ് മറ്റൊരു തെറ്റ്. നമ്മളെപ്പോഴും ഒരു എമർജൻസി ആവശ്യങ്ങൾക്കായിട്ട്, നമ്മുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്, ഷോർട്ട് ടേം ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കാര്യങ്ങൾക്കായിട്ട് ഒരു മെഡിക്കൽ ഇൻഷുറൻസോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫണ്ടോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതും നമ്മൾ ഈ കാര്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. അപ്പോ നമ്മൾ ഒരു പൈസയും മൊത്തത്തിൽ കൊണ്ടൊരു സ്ഥലത്തിടുക എന്നുള്ളതല്ല, അതിന്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ഗുണദോഷങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള പല പദ്ധതികളിലായിട്ട് വിഭജിച്ചിടുക എന്നുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇവരോടും ഈ 20 ലക്ഷം രൂപ മൊത്തത്തിൽ കൊണ്ടിടാനായിട്ടല്ല പറയുന്നത്. പക്ഷെ അവരതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് 20 ലക്ഷം മൊത്തത്തിൽ കൊണ്ടിടുകയും 20,000 രൂപ ഒരു കാര്യവുമില്ലാതെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. സേഫ് ആയിട്ടുള്ള ഒരു മന്ത്ലി ഇൻകം അല്ലെങ്കിൽ ക്വാർട്ടർലി ഇൻകം കിട്ടുന്നതിനായിട്ടുള്ള പദ്ധതികളാണ് ഇതൊക്കെ. അതായത് ഈ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ മന്ത്ലി ഇൻകം സ്കീം, അല്ലാന്നുണ്ടെങ്കിൽ KSF-ലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ട്രഷറിയിൽ നിന്ന് കിട്ടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, അല്ലെങ്കിൽ ബാങ്കുകളിൽ തന്നെ സീനിയർ സിറ്റിസൺസും അല്ലാത്തവർക്കുമായിട്ടുള്ള പലതരത്തിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പം നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും, ആ ഇൻട്രസ്റ്റിന് ടാക്സ് വരുന്നുണ്ടോ, അത് നമ്മൾ ലോക്കാണെങ്കിൽ തന്നെ നമുക്ക് അത് പിൻവലിക്കുമ്പോൾ എന്തുമാത്രം നഷ്ടം വരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുക എന്നുള്ളത് വീണ്ടും ഒരിക്കൽ പറഞ്ഞുകൊണ്ട്, ഈ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോക്ക് കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.